ഗുരുതരമായ ലൈംഗിക പരാതികൾ സിനിമാ മേഖലയിൽ നിന്ന് ഉയർന്നിട്ടും മുകേഷ് MLA ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നും നീക്കാതെ സർക്കാർ. അതേസമയം മുകേഷിന് രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി. മുകേഷിന്റെ കൊല്ലത്തെ വീട്ടിലേക്ക് യുവമോർച്ചയും മഹിളാ കോൺഗ്രസും മാർച്ച് നടത്തി. ഗുരുതര ആരോപണം നേരിട്ടവർ ഏത് സ്ഥാനത്താണെങ്കിലും രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. മുകേഷ് രാജിവെക്കുമെന്നാണ് കരുതുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു. വേട്ടക്കാർക്കൊപ്പമെന്ന് തെളിയിച്ച സാംസ്കാരിക മന്ത്രി പദവി ഒഴിയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുന്നവർ ഒരു സ്ഥാനത്തും ഇരിക്കാനും യോഗ്യരല്ല. അവർ അത് രാജിവെച്ച് ഒഴിയുന്നതാണ്. അപ്പോൾ രണ്ടുപേരും രാജിവെച്ചല്ലോ. ആരോപണങ്ങൾ വന്ന രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. ആ മാതൃക സ്ഥാനങ്ങളിലിരിക്കുന്നവർ പിന്തുടരുന്നതായിരിക്കും നല്ലത്. മന്ത്രി സജി ചെറിയാന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും. ആലപ്പുഴയിൽ നിന്ന് മനീഷ്, വലിയ പ്രതിഷേധം ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ നേരിടുന്നു, മുകേഷ് നേരിടുന്നു. പക്ഷെ അപ്പോഴും മുകേഷ് സിനിമയുടെ നയരൂപീകരണ സമിതിയിൽ തുടരുകയാണ്. അതിൽ അംഗമാണ്. കോൺക്ലേവ് നടക്കാൻ പോകുന്നു. സ്വാഭാവികമായും ഈ നയരൂപീകരണ സമിതിയിൽ അംഗമായ മുകേഷ് തന്നെ ആയിരിക്കും ഈ കോൺക്ലേവിന്റെ ഭാഗമായുള്ള ചർച്ചകളിലും പങ്കെടുക്കേണ്ടി വരിക. അപ്പോൾ പ്രതിപക്ഷം ഇതിനോടകം അങ്ങനെ ഒരു സാഹചര്യം അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺക്ലേവ് തടയുമെന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു തീരുമാനം മറിച്ച് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും. അപ്പോൾ ഈ വിവാദങ്ങളുടെ വെളിപ്പെടുത്തലുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ മുകേഷ് ആ സമിതിയുടെ ഭാഗമായി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കാമെന്ന് സർക്കാർ തീരുമാനിച്ചേക്കുമോ? വലിയ പ്രതിഷേധം ഇന്നിപ്പോൾ സജി ചെറിയാനും മുകേഷും നേരിടുന്നുണ്ടല്ലോ, ചെങ്ങന്നൂരിലും കൊല്ലത്തുമൊക്കെ. വിജയകുമാർ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് സിനിമാ മേഖലയിലുണ്ടായ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ അത് സർക്കാരിനേൽക്കുന്ന പ്രഹരം, സർക്കാർ ഈ വിധത്തിൽ ഏത് വിധത്തിലാണ് ഇടപെടുന്നത്, അത് ആദ്യം മുതൽ തന്നെ വിമർശനപാത്രമായിരുന്നു. ആദ്യം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പരാമർശങ്ങളൊക്കെ തന്നെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് പോലും വലിയ വിമർശനത്തിനിടയാക്കി. പിന്നീട് ഇപ്പോൾ സിനിമാ നയരൂപീകരണത്തിൽ അതിൽ അംഗമായി മുകേഷ് കൂടി വരുന്നതിനെ കൂടി വിമർശിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവടക്കം പ്രതിപക്ഷ സംഘടനകൾ രംഗത്ത് വരുന്നത്. സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെതിരെ ചെങ്ങന്നൂരിൽ ആയിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ടായത്. ചെങ്ങന്നൂരിൽ അവിടെ മന്ത്രിയുടെ ഓഫീസിന് നേരെ പ്രതിഷേധമുണ്ടായി. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൊല്ലത്ത് മുകേഷിൻ്റെ വീട്ടിലേക്ക് മഹിളാ കോൺഗ്രസിൻ്റെയും യുവമോർച്ചയുടെയും പ്രതിഷേധമുണ്ടായി. ഈ മാതൃക പിന്തുടരണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവർ പറയുന്നത്. സിനിമാ മേഖലയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെച്ചു. പിന്നീട് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ചു. ഇതേ മാതൃകയിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ സർക്കാരിൽ തന്നെ ഈ രീതിയിലുള്ള പരാമർശം നടത്തിയിട്ടുള്ള ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടാത്ത, വേട്ടക്കാർക്കൊപ്പം പല സമയത്തും നിലപാടെടുക്കുകയും അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്ത മന്ത്രി സജി ചെറിയാനും മുകേഷും രാജിവെക്കണമെന്നുള്ള ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ കൊല്ലത്തും ആലപ്പുഴയിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത്. വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം സംഘടിപ്പിക്കും. ആദ്യഘട്ടത്തിലെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വലിയ വിമർശനം ഈ പരാതിയില്ലാതെ കേസെടുക്കുകയില്ല എന്ന ഉറച്ച നിലപാടിൽ നിന്നു. പക്ഷേ പിന്നീട് അത് തിരുത്തിക്കൊണ്ടായിരുന്നു ആഭ്യന്തര വകുപ്പ് ഇന്നലെ വൈകിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചതും അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുമുള്ളത്. സാധാരണഗതിയിലടക്കം സംസ്ഥാന സർക്കാർ ഇത്തരം വിമർശനങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി പല നീക്കങ്ങളും തിരുത്തലുകളും നടത്തുന്നതാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. ആ രീതിയിൽ മുകേഷിനെ ഈ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കുന്ന അടക്കമുള്ള ചർച്ചകളിലേക്ക് ചിലപ്പോൾ സർക്കാർ നീങ്ങിയേക്കാം. അത്തരത്തിൽ വിവാദം ഒഴിവാക്കുക എന്ന രീതിയിലേക്ക് തന്നെയാണ് സർക്കാർ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് രഞ്ജിത്തിൻ്റെ രാജി സർക്കാർ അംഗീകരിക്കുകയും സർക്കാർ പറഞ്ഞിട്ടല്ല രഞ്ജിത്തിൻ്റെ രാജി എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ രഞ്ജിത്തും അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖും രാജിവെച്ചതും അതേ സമാന്തരമായി തന്നെ സർക്കാർ ഈ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് മൊഴി നൽകിയിട്ടുള്ളവരുടെ വീണ്ടും വിശദീകരണം തേടി മറ്റാളുകളെ അടക്കമുള്ളതിലേക്ക് അന്വേഷണം നീങ്ങുകയും ചെയ്തു. എന്താണെങ്കിലും മന്ത്രി സജി ചെറിയാൻ ഇന്ന് ഉച്ചയോടുകൂടി തിരുവനന്തപുരത്തേക്ക് പോകും. പല സ്ഥലങ്ങളിലും ഇപ്പോൾ തന്നെ കരിങ്കൊടി അടക്കമുള്ള പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട്. മുകേഷിനെതിരെയും പോലീസ് പ്രത്യേക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. വീട്ടിലും പ്രത്യേക സുരക്ഷയുണ്ട്, പോകുന്ന സ്ഥലങ്ങളിലും സുരക്ഷയുണ്ട്. ആ രീതിയിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ പ്രതിപക്ഷം വേട്ടയാടുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഒപ്പം തന്നെ മുകേഷ് MLA കൂടി രാജിവെക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. പക്ഷേ സർക്കാർ ഇതിനെ പ്രതിരോധിക്കുന്നത് ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ ഏറെ ഭാഗവും അത്
UDFിൻ്റെ ഭരണകാലത്തുണ്ടായതാണ്. ചിത്രാഞ്ജലി തിയേറ്റർ അടക്കം UDFിൻ്റെ ഭരണസമിതി കാലത്ത് പൊട്ടിത്തരിപ്പണമായി കിടക്കുകയായിരുന്നു. UDFിൻ്റെ സമയത്ത് ഒരു സിനിമാ മേഖലയിൽ സംബന്ധിച്ച ഒരു ആക്ഷൻ പ്ലാനും കൊണ്ടുവരാൻ UDFിന് കഴിഞ്ഞില്ല. ഈ രീതിയിൽ വിമർശിക്കാൻ UDFിന് ഒരു തരത്തിലുമുള്ള അർഹതയുമില്ലെന്നുള്ള ഒരു പ്രതിരോധമാണ്, അതായത് ബദൽ രീതിയിലുള്ള കാര്യമാണ് ഈ സർക്കാർ ഇതിൽ ഉന്നയിക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പൂർണ്ണ വിവരം പുറത്തുവിടുക, സജി ചെറിയാൻ വേട്ടക്കാർക്കൊപ്പമാണെന്നുള്ള പരാമർശത്തിൽ തിരുത്തൽ വരുത്തുക, അദ്ദേഹം രാജിവെക്കുക, മുകേഷിനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഈ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത്. വിജയകുമാർ. യെസ്, മന്ത്രി സജി ചെറിയാനും ഒപ്പം മുകേഷ് MLAക്കുമെതിരെ പ്രതിപക്ഷം കുറെ കൂടി കടുത്ത നിലപാട് സ്വീകരിക്കുകയാണ്. പ്രത്യേകിച്ച് സിനിമയുടെ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കണം എന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തുന്നു. മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നതാണ് പ്രതിപക്ഷ നേതാവ് നേരത്തെ ആവശ്യപ്പെട്ടത്. മുകേഷിന്റെ വസതിയിലേക്കും മന്ത്രി സജി ചെറിയാന്റെ വസതിയിലേക്കും ഇന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധ മാർച്ചും നടന്നിരുന്നു. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴ തുടരും, ഇടവേളയ്ക്ക് ശേഷം.